ചിറക്കൽ പഞ്ചായത്ത് ചിറക്കൽ രാജാസ് ഹൈസ്കൂൾ റോഡ് വളരെ സന്തോഷത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. തീർച്ചയായി പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് സർക്കാർ ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടത്. ഇത്തരം ഒരു തീരുമാനം കൈക്കൊള്ളുന്നതിന് ഞങ്ങളെ പ്രേരിപ്പിച്ച, അതിന് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട MLA പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പുതിയതൊരു ജംഗ്ഷൻ ഒഴിവാക്കി കണ്ണൂർ നഗരത്തിലേക്ക് വാഹനങ്ങൾക്ക് ഗതാഗതക്കുരുക്കില്ലാതെ കടന്നു പോകാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ്. ഈ റോഡ് വീതി കൂട്ടി നവീകരിക്കുന്നതോടുകൂടി വാഹനങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. വാഹന ഗതാഗതം സൗകര്യപ്രദമാകുന്ന നിലയിലേക്ക് ഇത് മാറും. നേരത്തെ കളരിവാതിക്കൽ ക്ഷേത്രത്തിന് സമീപത്തും ഇത്തരത്തിൽ വീതി വർദ്ധിപ്പിച്ച് നവീകരിച്ചിരുന്നു. ഘട്ടം ഘട്ടമായി ബൈപ്പാസ് റോഡ് ഇപ്പോൾ നവീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ചിറക്കൽ ചിറ ഒട്ടേറെ പ്രാധാന്യമറിയിക്കുന്നതാണ്. ചിറക്കൽ ചിറയുടെ പ്രാധാന്യം കൂടി റോഡ് നവീകരണത്തിലൂടെ വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ വളരെ വിശദമായി മറ്റു കാര്യങ്ങളിലേക്ക് സമയക്കുറവ് മൂലം കിടക്കുന്നില്ല. ഇവിടെ MLA ചൂണ്ടിക്കാട്ടി മറ്റ് ചില പരിപാടികൾ കൂടി പങ്കെടുക്കാനുണ്ട്. അഴീക്കോട് നിയോജക മണ്ഡലം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട MLAയുടെ നേതൃത്വത്തിൽ എല്ലാ ജനപ്രതിനിധികളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരു ടീമായി നിന്നുകൊണ്ടാണ് അഴീക്കോട് നിയോജക മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. എന്നാൽ അഴീക്കോട് നിയോജക മണ്ഡലത്തിൽ ശ്രീ സുമേഷ് MLA ആയതിനു ശേഷം മറ്റ് മണ്ഡലങ്ങളിൽ ഉള്ളതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾ ഈ നിയോജക മണ്ഡലത്തിലും കൊണ്ടുവരാൻ പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കുകയും എല്ലാ വകുപ്പ് മന്ത്രിമാരെയും കാണുകയും വികസനം നാടിന്റെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണുമെന്നുള്ള കാഴ്ചപ്പാടിന്റെ ഭാഗമായി കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ആ പ്രത്യേകതയാണ് ഈ 3.5 വർഷം ഈ നിയോജക മണ്ഡലത്തിൽ കണ്ട അത്ഭുതകരമായ മാറ്റം. ഈ മാറ്റം തന്നെയാണ് ടൂറിസം മേഖലയിലും ഈ നിയോജക മണ്ഡലത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അഴീക്കോട് ചാൽ ബീച്ച് ഇപ്പോ ബ്ലൂ ഫ്ലാഗ് ലഭിച്ചു എന്നുള്ള സന്തോഷ വിവരം കൂടി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അത് ഞാനിവിടെ പ്രത്യേകം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. 2025 നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിനും ദുഃഖത്തെക്കാൾ മഹാഭൂരിപക്ഷം കിട്ടുന്ന വർഷമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി നമുക്ക് അഴീക്കോട് നിയോജക മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങളുമായി ഇനിയും കണ്ടുമുട്ടാം എന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ആ റോഡ് വീതി കൂട്ടണമെന്ന് ആവശ്യം വന്നപ്പോൾ റോഡിന്റെ ഇരുവശത്തും താമസിക്കുന്നവർ അതിനുവേണ്ടി ഭൂമി വിട്ടുകൊടുക്കുവാൻ തയ്യാറായി. ഏറ്റവും ഭംഗിയായി എനിക്ക് തോന്നുന്നത് കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ള ഒരു റോഡായി മാറിയിരിക്കുകയാണ് നമ്മുടെ രാജാസ് ഹൈസ്കൂൾ മുതൽ ഓർക്കിഡ് ഹോട്ടൽ വരെയുള്ള ഈ റോഡ്. സുമേഷ് MLA ഈ പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ പ്രിയങ്കരനായ മിനിസ്റ്റർ ശ്രീ മുഹമ്മദ് റിയാസ് ഇവിടെ വേദിയിലും നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. തീർച്ചയായും പുതിയതിരുടെ ഗതാഗത കുരുക്ക് ഒരു പരിധിവരെ കുറക്കാൻ ഈ റോഡിന്റെ മാറ്റം നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിറക്കൽ പഞ്ചായത്തിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട റോഡാണ്. ഓർക്കിഡ് എന്നിടത്ത് ആരംഭിച്ച് രാജാസ് ക്യാൻറ്റീൻ്റെ വരെ ഹൈസ്കൂൾ ജംഗ്ഷനിലേക്ക് എത്തുന്ന ഈ പ്രധാനപ്പെട്ട റോഡ്. ഇവിടെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം MLA ആയി വന്നതിന് ശേഷം ഇവിടെ പഞ്ചായത്തും നമ്മുടെ അന്തരിച്ചുപോയ രവിവർമ്മ രാജ ഉൾപ്പെടെയുള്ള ഒട്ടേറെ ആളുകൾ ഈ റോഡിന്റെ പൊതു കാര്യത്തെ സംബന്ധിച്ചാണ് പ്രധാനമായും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ റോഡിന് ഇന്ന് നമ്മുടെ പൂർത്തീകരിച്ച് അതിന്റെ നാടിന് തുറന്നു കൊടുക്കുന്ന ചടങ്ങാണ്